ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കക്കും കരളും മസാല ഫ്രൈ ആണ്. അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇത് കക്കും കരളും നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുന്ന സമയത്ത് 5 സവാള ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 4-5 ഗ്രാമ്പൂ, 4-5 ഏലക്കായി, 2 കഷ്ണം പട്ട, കുറച്ച് കറിവേപ്പില, 2-3 ബേ ലീഫും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി സവാള വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് 3-4 തക്കാളി ചെറുതായി മുറിച്ചതും 4-5 പച്ചമുളക് ചെറുതായി മുറിച്ചതും 1 കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. സവാളയും തക്കാളിയും ഒക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കക്കും കരളും പെരക്കി വെച്ചത് ചേർത്ത് കൊടുത്ത് ഇതാണ് കക്കും കരളും. ഇതെല്ലാം ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. മസാലയെല്ലാം കഷ്ണങ്ങളിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിന് കുറച്ച് വേവുണ്ട്. അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നു. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ ചേർത്ത് കൊടുത്ത് ചിരകിയ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി ഒന്ന് വെള്ളം ആറി കിട്ടണം. ചെറുതായി ഒന്ന് വെള്ളം വറ്റി കിട്ടിയാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇത്രയേ ഉള്ളൂ. നല്ല രുചിയുള്ള കക്കും കരളും മസാല ഫ്രൈ റെഡിയായി. ടേസ്റ്റ് നോക്കാം. ഇനി നമുക്കിത് വാങ്ങി വെക്കാം.